ചേച്ചി, എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് പല ചർച്ചകളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം എമ്പുരാന്റെ ആ ട്രെയിലർ പുറത്തു വന്നു. ഏറ്റവും അവസാന നിമിഷം ഞാൻ നോക്കിയപ്പോൾ 46 ലക്ഷത്തിലധികം പേർ മലയാളത്തിൽ ഇറങ്ങിയ ആ ട്രെയിലർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും മറ്റൊരു ചർച്ച ഇത് ലീക്കായോ എന്നാണ്. ലീക്കായിട്ടുണ്ടോ ഇത്, ഈ ട്രെയിലർ? നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീജിത്ത്. കാരണം ഇന്നലെ രാത്രി 10 മണി മുതൽ ചെറിയ ക്ലിപ്പിംഗ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു രാത്രി ഏകദേശം 12 മണിയോടെയാണ് ട്രെയിലർ പുറത്തു വിടുന്നത്. ഒട്ടും ആരാധകർ പ്രതീക്ഷിക്കുക. കാരണം ഇന്ന് 20-ാം തീയതി ഉച്ചയ്ക്ക് 1:28 ട്രെയിലർ വിടും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ ട്രെയിലർ ഇറങ്ങി. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ട്രെയിലർ ഇറങ്ങിയത്. സാധാരണ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും ചെയ്തു, പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് കൂടുതലാണ്. സസ്പെൻസ് അധികമായി ട്രെയിലർ ഇങ്ങനെ വിട്ടതാണോ? ശരിക്കും എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് ലീക്ക് ആയതായിരിക്കാം. ചിലപ്പം എഡിറ്റിംഗ് കഴിഞ്ഞ് നമുക്കറിയാലോ, ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിടുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഷെഡ്യൂളിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ചെറിയ ക്ലിപ്പിംഗ് പോയി അങ്ങനെ ലീക്ക് ആയതായിരിക്കാം. ഏതായാലും ഹിന്ദി വെർഷന് ഇനി മറ്റാരെങ്കിലും ഇത് ലീക്ക് ആക്കിയതാണോ മനഃപൂർവ്വം ആക്കിയതാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ അവർ അതിൻ്റെ ഒരു ഫുൾ ട്രെയിലർ പുറത്തു വിടുകയാണ് ചെയ്തത്. അതോടെ ആരാധകർക്ക് സമാധാനമായി. ഇനി ഈ ട്രെയിലറിനെ പറ്റി ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയാണ് നടക്കുന്നത്. അറിയാലോ, എമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ബജറ്റ് ചിത്രം. ഇങ്ങനെ ഫാൻസ് സോഷ്യൽ മീഡിയയിലും കണ്ടതാണല്ലോ. ഇന്നലെ രാത്രി വന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് 40 ലക്ഷത്തിലധികം പേരിലേക്ക് കടന്നിട്ടുണ്ട്. അത് വളരെ വേഗത്തിലാണ് ഓരോ. അതോടൊപ്പം ഇത് മറ്റൊരു കാര്യം, ഇത് മലയാളത്തിലാണ് 46 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞത്. ഈ ഗോകുലം മൂവീസിന്റെ ഭാഗമായി തമിഴ്, തെലുങ്ക്, കന്നഡ, ഓൾ ഇന്ത്യ ആണ്. ഓസ്ട്രേലിയ, അന്യ നാടുകളിലും ഉണ്ട്. അപ്പൊ ഇത്രയും ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് ഇതിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ പോലുള്ള യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം ഇത് പ്രദർശനത്തിലുണ്ട്. മറ്റൊരു തുടക്കം സൂചിപ്പിച്ചതുപോലെ അത് എന്തായിരിക്കും ഇങ്ങനെ ലീക്കായ എന്നൊരു ചർച്ച ഉയർന്നു വരാൻ? ലീക്ക് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഇനിയിപ്പോൾ എന്തായാലും സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയിൽ എന്തായാലും പൃഥ്വിയോ ഇതിൻ്റെ ഗോകുലം മൂവീസോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാരണം ലീക്ക് ആയതാണെങ്കിൽ അത് അവരെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്തുവാണെന്നുള്ള അറിയില്ല. കാരണം ഇത്രയും കോടി ബഡ്ജറ്റ് സിനിമ, അതിൽ ഇങ്ങനെ പാർട്ടായിട്ട് വരിക, അത് വന്നതിന് ശേഷമാണ് പിന്നീട് ട്രെയിലർ പെട്ടെന്ന് ഒരു 12 മണിയായപ്പോൾ പുറത്ത് വിടുക എന്നുള്ളത്. ഇതുപോലെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഭീഷ്മപർവം സിനിമയിലും ഇതുപോലെ 12 മണിക്കാണ് ട്രെയിലർ. പക്ഷെ അത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. പക്ഷെ ഇത് മുൻകൂട്ടി അറിയിച്ച സമയത്തിലല്ല ഈ ട്രെയിലർ പുറത്ത് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് അവിടെ സംശയം വരുന്നത്. മാത്രമല്ല, അതിന് മുമ്പ് കുറേശ്ശെ ക്ലിപ്പിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ ട്രെയിലർ പുറത്ത് വിട്ടത്. എനിക്ക് തോന്നുന്നു നിവർത്തികെട്ട ഒരവസ്ഥയിൽ പുറത്ത് വിട്ടതാകാം. ഏതായാലും ലീക്കായ ട്രെയിലർ ഇപ്പോൾ ഏകദേശം ശ്രീജിത്ത് പറഞ്ഞത് 46 ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു. ഈ 12 മണിക്കും മനുഷ്യർ എഴുതിയിട്ടിരുന്ന് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നാണ് എനിക്കതിശയം. അത്രയ്ക്ക് മലയാളികൾ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി കഴിയാണ്. ഇനി ഈ ട്രെയിലറിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. പലരും ഇപ്പം തന്നെ എമ്പുരാന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. അതിനകത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താലും ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും. ഇത് പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിലെ ചെകുത്താൻ ആര്, ദൈവപുത്രൻ ആര്? ശ്രീജിത്തിന് എന്ത് തോന്നുന്നു? ഇതിലെ ചെകുത്താൻ, നമ്മൾ ലൂസിഫർ കണ്ടതാണ്. അതിലെ ചെകുത്താനെ നമുക്കറിയാം, ദൈവത്തിനെ നമുക്കറിയാം. ചെകുത്താനായിട്ട് സ്വാഭാവികമായിട്ട് ലാലായിരിക്കും. പക്ഷെ ഈ ദൈവപുത്രൻ ആരായിരിക്കും? അല്ല, ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഡയറക്ടറുടെ പേര് പൃഥ്വിരാജ്. അപ്പോൾ നാം എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഉള്ളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ചേച്ചി ചോദിച്ചത് കൊണ്ട് തന്നെ അതിലെ ചില സീനുകൾ പുറത്തു വന്നപ്പോൾ അതിന്റെ വില്ലനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച കൊടുക്കുകയാണ്. അതിന്റെ ഒരു പുറകോശം കാണുമ്പോൾ അത് ഫഹദ് ഫാസിലാണ്. ടോവിനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കാരണം ടോവിനെയായിരുന്നു ഈ ഒരു വേർഡ് വെച്ചാണ് ആ വില്ലനെ കണ്ടത്. ദൈവത്തിനല്ലാതെ എന്തുവായിരുന്നു? അല്ല, ടൊവിനോ വില്ലൻ എന്ന് പറയുമ്പോഴും ചിലർ പറയുന്നു ഫഹദ് ആണ് അതിലെ വില്ലൻ എന്ന് പറയുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ അഭിമന്യു സിംഗ് ആണ് വില്ലൻ എന്നും പറയുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് അഭിമന്യുവിന്റെ ആ ഒരു വേഷം പ്രേക്ഷകർക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കുമല്ലോ ഒരു വില്ലനെ കുറിച്ചുള്ള ഇത്രയും ചർച്ച നടന്നത്. കാരണം നമുക്കറിയാം, ടോവിനോ കഴിഞ്ഞ ഇതിലൊരു ദൈവപുത്രനായിട്ടായിരുന്നു സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വേഷമാണ് നടത്തിയത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു, ചെകുത്താൻ അല്ലാതെ വേറെ ആർക്ക് തിരുത്താനാവും? ദൈവപുത്രൻ. അതെ, അന്യഭാഷ ചിത്രങ്ങളിലാണ് ഇത്തരം ഈ നായകനും വില്ലനും നായികയ്ക്കുമല്ല ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. ഓരോ അപ്ഡേഷൻ വരുമ്പോഴും നാം കാത്തിരിക്കുന്നു. KGF ബന്ധപ്പെട്ട KGF ആരായിരിക്കും വില്ലൻ, ആരായിരിക്കും നായിക എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നു.
ഇപ്പോൾ അതിന് സമാനമായി തന്നെ നമ്മുടെ കേരളം എന്ന മലയാള ഇൻഡസ്ട്രിയിലും ആ ചർച്ചകൾ ഉയർന്നു വരികയാണ്. ഈ ചർച്ചകൾ വരുമ്പം തന്നെ ട്രെയിലറിന് ഇത്രമാത്രം പ്രേക്ഷകരുണ്ട്, അല്ലെ ട്രെയിലർ ഇത്രമാത്രം വാച്ചിങ് ആണ്, അത്രമാത്രം സിനിമയെ ആരാധിക്കുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ട്രെയിലറൊന്നും സാധാരണ പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ കാണുകയില്ല. പക്ഷേ ഈ ട്രെയിലറിന് തന്നെ, ഈ ട്രെയിലർ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന എഡിറ്റർ ഡോൺ മാക്സ് ആണ്. പുള്ളിയാണ് ഇതിൻ്റെ എഡിറ്റർ. പുള്ളി തന്നെയാണ് ലൂസിഫറിൻ്റെ എഡിറ്റിങ്ങും ഇത്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലൂസിഫറിന് ഒരുപാട് സമയമെടുത്താണ് ഈ ട്രെയിലർ എഡിറ്റിംഗ് നടത്തുന്നത്. അതിന് ഒരുപാട് വശങ്ങളുണ്ട്, ടെക്നിക്കൽ വശങ്ങളുണ്ട്. ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ചെറിയ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിനകത്തുള്ള ഇതിനകത്ത് ആക്കുമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. സസ്പെൻസ് ഇട്ട് ആൾക്കാരിലേക്ക് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആക്കുക എന്ന് പറയുന്ന ഒരു എഡിറ്ററിനെ സംബന്ധിച്ച് അത് ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ ലൂസിഫറിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ പലരും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. കാരണം അത്രയ്ക്ക് സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിംഗ് ആയിരുന്നു ഈ ട്രെയിലറിൻ്റെ. അതുപോലെ തന്നെയാണ് എമ്പുരാനിലും ഈ ഡോൺ മാക്സ് പറയുന്നത് ഒരുപാട് സമയമെടുത്താണ് ഇത് ചെയ്തത്. പക്ഷേ പൃഥ്വി അതിന് വേണ്ടുന്ന ഫ്രീഡം ഡോൺ മാക്സ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വിശാലമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വാർത്താ മാധ്യമത്തിന് ഇന്ന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പം എമ്പുരാൻ്റെ ട്രെയിലർ തന്നെ ചർച്ചാ വിഷയമാകുന്നതിൻ്റെ പിന്നിലെ ക്രിയേറ്റിവിറ്റി ഡോൺ മാക്സിനെയാണ് നമുക്ക് കൊടുക്കാം, അല്ലേ? എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ക്രിയേറ്റിവിറ്റി ഡോൺ മാക്സിനെ. കാരണം പൃഥ്വിരാജ് അറിയാമോ, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നാം ലൂസിഫർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആ സിനിമ അല്ലെ, ഒരു പ്രേക്ഷകൻ തൻ്റെ പണം മുടക്കി ആ തിയേറ്ററിനുള്ളിൽ കയറുമ്പോൾ അതിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ പ്രേക്ഷകന്, തൻ്റെ ആ മുന്നിലെത്തിക്കുന്ന പ്രേക്ഷകന് അവന് സന്തോഷം നൽകുന്ന രീതിയിലാണ് ഈ പൃഥ്വിരാജ് അന്ന് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടിയോളമായിരിക്കും ചിലപ്പോൾ ഈ ലൂസിഫർ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുക. തിരക്കഥ മുരളി ഗോപിയാണ്. പക്ഷെ മുരളി ഗോപി തിരക്കഥ എഴുതിയെങ്കിലും പൃഥ്വിരാജ് മാറിയും തിരിച്ചു, അറിയാലേ, എന്തെല്ലാം കഥകൾ ചർച്ച ചെയ്തും തിരിച്ചും മറിച്ചുമാണ് തിരക്കഥ അവസാനം ആ ഒരു സിനിമയുടെ രൂപത്തിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് തരുൺ തുടരും സിനിമയിൽ, പക്ഷെ മറ്റേ ഈ ലീക്കായതിനെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ഈ പല മലയാള സിനിമകളും തുടക്കം ദിവസം തന്നെ ലീക്കാവുന്ന അവസ്ഥ നാം പണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇതിൻ്റെ എല്ലാം അണിയറ പ്രവർത്തകർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ സിനിമ നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇത്തരം ചിത്രങ്ങളും ഇത്തരം അല്ലെ ഈ വ്യാജ പ്രിന്റുകൾ വരുമ്പോൾ അതിൽ നിന്നും കാണാതിരിക്കാതെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം അത്രത്തോളം കോടിക്കണക്കിന് രൂപ മുടക്കി സാധാരണക്കാർ ഉൾപ്പെടെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയെ തകർക്കാൻ ചിലപ്പോൾ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി ഇനി പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിനിമയാണ്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചെലവ് കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരിയിലെ നിർമ്മാണ ചെലവ് 75 കോടിയാണെങ്കിൽ ഏകദേശം തിരികെ കിട്ടിയത് ഒന്നുമില്ല. തിരികെ കിട്ടിയത് ഏകദേശം 1,60,00,000 ബഡ്ജറ്റിലുള്ള കളക്ഷന് 10,000 രൂപയാണ് തിരികെ കിട്ടിയത്. തിരികെ കിട്ടി എന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ ഒരു സിനിമയ്ക്ക് മാത്രമാണ് തിരികെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ മുടക്കിയ മുതൽ തിരികെ കിട്ടുള്ളൂ. അത്രയ്ക്ക് 8 നില പൊട്ടി എന്ന് തന്നെ പറയും പടങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു മലയാള സിനിമ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ നമുക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം മലയാള സിനിമയുടെ ഒരു പ്രതീക്ഷയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളികൾ, നമ്മൾ ഓരോ ജനങ്ങളും, കാരണം ഇതിനകത്ത് ഒരുപാട് പേരാണ് ജോലി ചെയ്തിട്ടുള്ളത്, ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. അപ്പം പൃഥ്വിരാജ് മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ വിയർപ്പുണ്ട്, ഒരുപാട് പേരുടെ മൂല്യം, ക്രിയേറ്റിവിറ്റി ഇതിനകത്തുണ്ട്. അപ്പം ഇതൊരു മലയാള സിനിമയുടെ ഒരു അഭിമാനവും കൂടിയാണ്. ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സിനിമ മലയാള സിനിമയുടെ ഒരു അഭിമാനം കൂടി. ഇത്തരത്തിൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇനി ഈ സിനിമ വരുമ്പോൾ നമുക്കറിയാം മിക്ക മാർഗങ്ങളിലൂടെ ഇത് കോപ്പി എടുത്ത് നമുക്ക് തന്നെ അറിയാം തിയേറ്റർ ക്ലിപ്പുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യം. കാരണം അതിനും കാരണമുണ്ട്. ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ നാളെയാണെന്ന് തോന്നുന്നു, നാളെ ഉച്ചയോടൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഓൺലൈൻ അല്ല, നേരിട്ടുള്ള രജിസ്ട്രേഷൻ, അല്ലാതെ ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇരട്ടി എമൗണ്ട് ആണ്, ഇരട്ടി ടിക്കറ്റിനൊക്കെ ഇരട്ടി ഇതാണ് അവർ ചോദിക്കുന്നത്. അപ്പം പലർക്കും ടിക്കറ്റ് കിട്ടാനില്ല, പല സീറ്റുകൾ ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലാത്തപ്പോൾ കയറി കാണുന്നവർ ഇത് തിയേറ്റർ കോപ്പി എടുക്കാൻ സാധ്യതയുണ്ട്, ഇത് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ മൂല്യം ഭയങ്കരമായിട്ട് ഇടിയാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും. അതാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു നമ്മുടെ ഫോണിലോ മറ്റ് എന്തെങ്കിലും ഉപകരണങ്ങളിലൂടെ ലഭിക്കുകയാണെങ്കിൽ അത് നമ്മൾ പരമാവധി കാണാതിരിക്കുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്.
എല്ലാ പ്രതീക്ഷയും ലൂസിഫർ എന്ന സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതിസന്ധികൾ ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അംബാസിഡർ കാർ, ലൂസിഫറിലും അംബാസിഡർ കാർ എന്ന് പറയുന്ന ഒരു ഹൈപ്പായിട്ട് വന്നിട്ടുണ്ട്, അറിയാമോ? അംബാസിഡർ കാർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഴയ കാലത്തെ ഒരു രാജപ്രൗഢി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു സിനിമയിലും ആ അംബാസിഡർ കാറുടെ ഒരു മെയിൻ ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം. നമുക്ക് മെയിൻ നമുക്ക് കാണാൻ പറ്റുന്ന, കൺകുളിരെ കാണാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഒരു വസ്തുവായിട്ട് വരുന്നുണ്ട് അംബാസിഡർ കാർ. മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ വരുന്നത്. പ്രധാനമായിട്ട് ഇപ്പോഴത്തെ സംവിധായകർ, ഇനി വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകരൊക്കെ ഞെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം എമ്പുരാൻ വന്ന് അവരുടെ കാര്യം എങ്ങനെ ആവുമെന്നുള്ള അറിയില്ലായിരിക്കും. അതിന് ഉദാഹരണമാണ് തരുൺ പൃഥ്വിക്ക് അയച്ചൊരു മെസ്സേജാണ്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. തുടരും സിനിമയിലെ മോഹൻലാലാണ് നായകനായി എത്തുന്നത്. അപ്പം തുടരും സിനിമ ഇനിയിപ്പോൾ അടുത്ത ഉടനെ വരാനിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും പൃഥ്വി എന്ന് തരുൺ തന്നെ ചോദിക്കും. പൃഥ്വി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാനും നിങ്ങളുടെ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഫാൻ ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വി അതിന് മറുപടി കൊടുക്കുന്നത്. രജനീകാന്ത് ഗംഭീരം എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പം ശരിക്കും ഈ ഇന്ത്യ മുഴുവനുമുള്ള നായകന്മാരും നായികമാരും നടിമാർ എല്ലാവരും, എല്ലാ ഡയറക്ടേഴ്സ്, ടെക്നിക്കൽ ടീം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പൃഥ്വിരാജിന്. ഇത് വലിയൊരു പ്രത്യേക ഒരു ഹൈപ്പ് കൊടുക്കുന്ന തരത്തിലാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. പൃഥ്വിയുടെ ഒരു ലെവൽ മാറാൻ സാധ്യതയുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. 27-ാം തീയതി ഈശ്വര ഞാനും കാത്തിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ട്രെയിലർ വന്നപ്പോഴും ഇങ്ങനെ ഇനി ഇടിവെട്ടാണോ കമ്പമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ, ഇനി ബോംബാണ്. അതിനകത്ത് ആർമി കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കഥ ഭയങ്കരമായിട്ട് വഴിതിരിച്ച് വിടുന്ന രീതിയിലാണ്. ആർമി ഇനി തീവ്രവാദമാണോ, ഈ ഖുറേഷിയെ പറ്റി പറയുന്ന ബാക്ക് സ്റ്റോറിയാണോ, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഇനി വില്ലൻ ഇനി ടോവിനെയാണോ പൃഥ്വിയാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ട്രെയിലർ പൂട്ടിപ്പോയോ ലീക്കായോ എന്തായാലും അത് 46 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ലീക്കായിട്ടുണ്ടെങ്കിൽ തന്നെ 12-ാം മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ കുത്തിയിരുന്ന ആൾക്കാർ മെനക്കെട്ടിരുന്ന് കണ്ട് രാവിലെ യൂട്യൂബേഴ്സൊക്കെ റിവ്യൂ ഇടുകയാണ്. നമ്മളൊക്കെ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ഗംഭീര സിനിമ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം.